തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ചയെന്ന CPIഎമ്മിന്റെ റിവ്യൂ റിപ്പോർട്ട്. ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്ത സ്ഥാനാർത്ഥികളുടെ പേരുകൾക്ക് അനുമതി നൽകിയതിലാണ് വീഴ്ചയുണ്ടായത്. ചാത്തന്നൂരിലെയും ചടമംഗലത്തെയും തോൽവിയിൽ CPIയെയാണ് CPM പഴിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലാണ് CPIക്ക് വിമർശനം വന്നിരിക്കുന്നത്. അവലോകന റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ 24-ന് കിട്ടി. കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്. യഥാർത്ഥത്തിൽ CPIയുടെ ഓപ്പറേഷൻ പരാജയപ്പെട്ടതാണോ ഈ ചാത്തന്നൂരിലും ഒക്കെ ചടയമംഗലത്തും പരാജയപ്പെടാൻ കാരണം? കാര്യം ചടയമംഗലമൊക്കെ CPIയുടെ പ്രസ്റ്റേജ് സീറ്റാണല്ലോ. ചാത്തന്നൂരിൻ്റെയും കഥ മറ്റൊരു വഴിക്ക് തന്നെയാണ്. പിന്നെ തളിപ്പറമ്പ് പറയൂ. ഗുഡ് മോർണിംഗ്. CPIഎമ്മിന്റെ സംസ്ഥാന സമിതി അംഗീകരിച്ച റിവ്യൂ റിപ്പോർട്ടാണ് ഇപ്പോൾ, അതിന്റെ വിശദാംശങ്ങളാണ് 24 ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ വാർത്താ സമ്മേളനത്തിലും മറ്റും CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരുന്നത് കണ്ണൂർ ജില്ലാ നേതൃത്വം സ്ഥാനാർത്ഥി നിർണയത്തിൽ തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച പറ്റിയെന്ന കാര്യം സമ്മതിച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ ഇതിന് തുടർച്ചയായി ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല എന്ന അവകാശവാദമാണ് MV ഗോവിന്ദൻ നടത്തിയത്. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായ പരാമർശങ്ങളാണ് CPIഎമ്മിന്റെ സംസ്ഥാന സമിതി അംഗീകരിച്ച റിവ്യൂ റിപ്പോർട്ടിലുള്ളത്. ജില്ലാ കമ്മിറ്റിയും കണ്ണൂർ ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികളുടെ പേര് അംഗീകരിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിനും സംസ്ഥാന സമിതിക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം കൃത്യമായി ഈ റിവ്യൂ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ വീഴ്ച കണ്ണൂർ ജില്ലാ നേതൃത്വത്തിന് മാത്രമല്ല, തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പാളിച്ചയുടെ ഉത്തരവാദിത്വം സംസ്ഥാന സെക്രട്ടേറിയറ്റിനും സംസ്ഥാന കമ്മിറ്റിക്കുമുണ്ട് എന്നുകൂടിയാണ് ഈ അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, ചടയമംഗലം അതോടൊപ്പം തന്നെ ചാത്തന്നൂർ അടക്കമുള്ള സീറ്റുകളിലെ തോൽവി സംബന്ധിച്ചാണ്. ചടയമംഗലം നേരത്തെ SK സൂചിപ്പിച്ച പോലെ CPIയുടെയും CPIഎമ്മിൻ്റെയും ഉരുക്കു കോട്ടയായി വിശേഷിക്കപ്പെടുന്ന മണ്ഡലങ്ങളിലൊന്നാണ്. ചാത്തന്നൂരും കഴിഞ്ഞ 3-4 തവണയായി തുടർച്ചയായി CPI സ്ഥാനാർത്ഥി ജയലാൽ ജയിച്ചു വരുന്ന മണ്ഡലമാണ്. ഈ രണ്ട് മണ്ഡലങ്ങളിലെയും തോൽവിക്ക് കാരണം CPIയിലെ സംഘടനാ പ്രശ്നങ്ങളാണ് എന്നാണ് ഈ റിവ്യൂ റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നത്. അതായത് CPIക്കകത്തെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇവിടങ്ങളിലെ തോൽവിക്ക് കാരണം. അത് ഒരു തരത്തിൽ വാസ്തവമാണ്. കാരണം ചടയമംഗലത്ത് CPIയിലെ പ്രബല വിഭാഗം വിഘടിച്ചു പോയിരുന്നു. ചാത്തന്നൂരിൽ ഈ സ്ഥാനാർത്ഥിയായി R. രാജേന്ദ്രൻ വരുമ്പോൾ അവിടെ ചില മുറിവുറുപ്പുകൾ ഉണ്ടായിരുന്നു. ഇത്തരം പ്രശ്നങ്ങളാണ് അവിടെ തോൽവിക്ക് കാരണം എന്നാണ് ഈ റിവ്യൂ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. എന്നാൽ CPIക്ക് മാത്രമല്ല, CPIഎമ്മിൻ്റെ അവലോകന റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തലുള്ളത് ISJD, അതോടൊപ്പം തന്നെ RJD, അതോടൊപ്പം NCP തുടങ്ങിയ കക്ഷികൾക്കും കുറ്റപ്പെടുത്തലുണ്ട്. എലത്തൂർ, കുട്ടനാട് സീറ്റുകളിലെ തോൽവിക്ക് കാരണം സ്ഥാനാർത്ഥി ഗണത്തിലെ പാളിച്ചകളാണ് എന്നാണ് പറയുന്നത്. അത് NCPക്കുള്ള കുറ്റപ്പെടുത്തലാണ്. അതോടൊപ്പം തന്നെ കൽപ്പറ്റ മണ്ഡലത്തിലെ തോൽവിക്ക് കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയാണെന്ന് പറയുന്നു. അത് RJD മത്സരിച്ച സീറ്റാണ്. അവിടെയും പാളിച്ച പറ്റിയെന്ന് പറയുന്നു. ഒപ്പം തന്നെ കോവളത്ത് അത് ISJDയുടെ സീറ്റായിരുന്നു. അവിടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ അവർ വളരെ പാടുപെടുന്ന കാഴ്ചയാണ് കണ്ടത്. അവിടുത്തെ തോൽവിക്ക് കാരണവും സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയാണ് എന്നാണ് CPIഎമ്മിൻ്റെ അവലോകന റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നത്. അതായത് മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്നായ വീഴ്ചകളാണ് ഇത്തരം മണ്ഡലങ്ങളിലെ തോൽവിക്ക് കാരണമെന്നാണ് CPIഎം അടിവരയിട്ട് പറയുന്നത്. SK ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ഈ CPIയോടുള്ള ഈ ആലോചന CPM നേതൃത്വം നേരിട്ട് അറിയിക്കാനോ മറ്റോ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ യോഗം ചേരുമ്പോൾ LDF മീറ്റിങ്ങുകളെ കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ? അതോ ഇത് പാർട്ടി പ്രവർത്തകരെ തൽക്കാലം സന്തോഷിപ്പിക്കാനുള്ള ഒരു ചെറിയ ഒറ്റമൂലിയാണോ? SK തീർച്ചയായും CPIയുമായുള്ള ചർച്ചകളിൽ ഈ ചടയമംഗലത്തെയും ചാത്തന്നൂരിലെയും തോൽവിയുടെ കാര്യത്തിൽ സംഭവിച്ച കാര്യങ്ങൾ CPIഎം നേതൃത്വം ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ റിപ്പോർട്ട് CPIഎമ്മിൻ്റെ ബ്രാഞ്ച് തലം വരെ ബ്രാഞ്ച് ജനറൽ ബോഡി വിളിച്ച് റിപ്പോർട്ട് ചെയ്യാനുള്ള തീരുമാനമുണ്ട്. അപ്പോൾ താഴെത്തട്ട് വരെ എത്തുന്ന റിപ്പോർട്ടാണ്. ഒരു വശത്ത് നടക്കും. എന്നാൽ മുന്നണിയിലെ പൊതുവായ ചർച്ചകളിൽ മുന്നണിയിലൊരു തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് അന്തിമമായി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. പ്രാഥമികമായ ഒരു ചർച്ച മാത്രമാണ് നടന്നത്. അപ്പോൾ മുന്നണി യോഗത്തിൽ സ്ഥാനാർത്ഥി ഗണത്തിലെ പാളിച്ച അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. CPI ഘടകകക്ഷികളുടെ സംഘടനാ പ്രശ്നങ്ങൾ തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്ന കാര്യം നിശ്ചയമായും CPIഎം ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. അത് വരുന്ന LDF യോഗത്തിൽ ഉണ്ടായേക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. SK ഒരു കാര്യം കൂടി, പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് തന്നെ വീഴ്ച പറ്റിയെന്ന് ഈ റിപ്പോർട്ടിലുണ്ടല്ലോ. അപ്പോൾ ശരിക്കും ജില്ലാ കമ്മിറ്റി നൽകിയ സ്ഥാനാർത്ഥികളെ സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചെന്നാണല്ലോ ഇതുവരെ പറഞ്ഞു കേട്ടിരുന്നത്. അപ്പോൾ എവിടെയാണ് വീഴ്ച പറ്റിയത്? എങ്ങനെയാണ് ഉണ്ടായത്? CPIഎമ്മിൻ്റെ സംഘടനാ രീതി അനുസരിച്ച് സ്ഥാനാർത്ഥി പട്ടിക മേൽക്കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യുന്നത് അതാത് ജില്ലാ കമ്മിറ്റികളാണ്.
പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും അംഗീകരിച്ച് പട്ടിക സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശുപാർശയായി സമർപ്പിക്കുകയായിരുന്നു. വേണമെങ്കിൽ കണ്ണൂരിലെ ജില്ലയിലെ തളിപ്പറമ്പിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ച തീരുമാനം തള്ളാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിയുമായിരുന്നു. CPIMന്റെ സംഘടനാ രീതി അനുസരിച്ച് അവർക്ക് അതിനുള്ള അധികാരമുണ്ടായിരുന്നു. പയ്യന്നൂരിലും സ്വാഭാവികമായും ആരോപണവിധേയനായ TI മധുസൂദനെ മാറ്റി നിർത്തണമെന്ന് വേണമെങ്കിൽ സംസ്ഥാന നേതൃത്വം നിർദ്ദേശിക്കാമായിരുന്നു. എന്നാൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ച PK ശ്യാമളയുടെയും TI മധുസൂദന്റെയും പേര് അതേപടി അംഗീകരിച്ചു പോവുകയാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ചെയ്തത്. ഇതുവരെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ പറഞ്ഞത് സ്ഥാനാർത്ഥികളിടത്തിൽ പാളിച്ച പറ്റിയെന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സ്വയം വിമർശപരമായി വിലയിരുത്തിയെന്നാണ്. സംസ്ഥാന നേതൃത്വം ഒരു പിഴവും പറ്റിയത് സമ്മതിക്കാൻ അവർ കൂട്ടാക്കിയിരുന്നില്ല. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായ ഒരു സമീപനമാണ് റിപ്പോർട്ടിലുള്ളത്. ഈ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിനും സംസ്ഥാന സമിതിക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന്. ഓക്കെ, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.